ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആഘോഷിച്ചു. അപ്പോൾ എനിക്ക് ഫുൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്ത് അതിൽ സൗണ്ട് വരുന്നില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ട്, നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് സൗണ്ടൊന്നും വരുന്നില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാതെ. പിന്നെ നമ്മുടെ ഈ ക്യാമറയൊന്നും ഇല്ലല്ലോ, നമ്മൾ ഫോണിനകത്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരക്കിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. മെയിനായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നമായിരുന്നു. അപ്പം തിരുവോണത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളുള്ള വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കാണണം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നെല്ലിക്കാച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള നെല്ലിമരമാണ്. അതിൽ നിന്ന് നെല്ലിക്ക പറിച്ചിട്ട് നമുക്ക് ടപ്പേന്ന് പറഞ്ഞിട്ടൊരു അച്ചാറിടാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോയിട്ട് നെല്ലിക്കയൊക്കെ പറിച്ചിട്ട് വരണം. ഇന്ന് നല്ല അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ നമുക്ക് നെല്ലിക്ക പറിച്ചിട്ട് വരാം. അത് കണ്ടില്ല, ഇതാണ് നമ്മുടെ നെല്ലിമരം. ഇതിനകത്ത് നിറച്ച് നെല്ലിക്കയാണ് കേട്ടോ. ഇതൊരു സൈഡാണ്, അപ്പുറത്തെ സൈഡിലെല്ലാം നിറച്ചുകൊണ്ട് ഒരു കലയിൽ തന്നെ ഇഷ്ടംപോലെ നെല്ലിക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പറിച്ചിട്ട് കഴുകിയിട്ട് വൃത്തിയാക്കിയിട്ട് നമുക്കത് വേവിക്കാനായിട്ട് വെക്കണം. ആവിയിൽ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാർ തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക, കടുകിട്ട് പൊട്ടിക്കുക. അതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി അച്ചാറിലേക്ക് കുറച്ചധികം ചേർക്കുന്നത് വളരെയധികം ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് കുറച്ച് വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചേറെ എടുക്കണം. അതുപോലെ എണ്ണ കുറച്ചേറെ എടുത്തോ കേട്ടോ. ഇനി നമുക്ക് ആ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വരണം. മൂത്ത് വരുന്നോളം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഇതിൻ്റെ കളറ്, വെളുത്തുള്ളിയുടെ ഇഞ്ചിൻ്റെയും കളറ് നന്നായിട്ട് മാറേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം ഒന്ന് വഴണ്ട് വരുന്നോളം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ കളറൊക്കെ അത്യാവശ്യം ഒന്ന് മാറി വന്നിട്ടുണ്ട്. കറിവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഏറെ ഇട്ടോ കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതിൽ ഒരു സൈഡിലോട്ട് വെച്ചിട്ട് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടിക്ക് പകരം എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. ഒരു കളറും കിട്ടും, നമ്മളിത് ചേർക്കുമ്പോൾ ഒരു കളറും കിട്ടും. പിന്നെ അധികം എരിവും കൂടി ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്തേക്കുന്നത്. ഇനി അതിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. ആ ഒരു മസാലയുടെ നന്നായിട്ട് ആ ഒരു പച്ചമണം മാറണം. അപ്പോഴാണ് അച്ചാറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക. അതുവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ ഇടാതിരിക്കണം കേട്ടോ, കാരണം പൊടിയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കും, കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതുപോലെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ നിന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് അത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചൂടുവെള്ളം ചേർക്കുന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർക്കാം. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതിന് പകരം വിനാഗിരി ഒഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറച്ചുകൂടെ എണ്ണ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും ഇതിനകത്തേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടുവെള്ളമൊക്കെ ഇവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നുകൂടെ ഉപ്പ് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് ഇച്ചിരി കുറുകി വരണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറയണത്. നിങ്ങൾക്ക് ഇതിലേക്ക് ഇനി വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാനിവിടെ വേവിച്ച് വെച്ചിരിക്കുന്ന ആവി കയറ്റി വേവിച്ച് കുരുകൊക്കെ കളഞ്ഞിട്ടുള്ള നെല്ലിക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലതൊക്കെ ഞാൻ അതുപോലെ ചെറിയ നെല്ലിക്കയൊക്കെ അതുപോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുരുവൊന്നും എടുത്ത് കളയാതെ അതുപോലെ മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു മസാലയൊക്കെ പിടിക്കുന്നതോടെ വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളാണ്, അതുപോലെ ടേസ്റ്റാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു അച്ചാറാട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക എല്ലാവർക്കും. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ കഴിക്കാനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. അപ്പോൾ തണുത്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ, എന്നിട്ട് അഭിപ്രായം പറയൂ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.